ലഹരി വ്യാപനം തടയാൻ മുന്നിട്ടിറങ്ങിയ കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ. പുതുപ്പാടി പഞ്ചായത്തിലെ സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പള്ളികളിലെ ഭാരവാഹികൾ യോഗം ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നവരെ മഹല്ലുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. മാരക ലഹരിക്കെതിരെ സമ്പൂർണ്ണ സംരക്ഷണ വലയം മഹല്ല് തലങ്ങളിൽ തീർക്കുക എന്ന ലക്ഷ്യത്തോടെ പുതുപ്പാടി പഞ്ചായത്തിലെ മുസ്ലിം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൻ്റെയും മഹല്ലുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഇന്ന് അടിയന്തരമായ യോഗം ചേരുകയും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും അതിൽ ശക്തമായി ഇതിനെതിരെ നിലകൊള്ളുന്നതിന് വേണ്ടി വിവിധ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഇതിൻ്റെ അഡിക്ഷനിൽ അറിയാതെ പെട്ടുപോയി ഇതിൽ അഡിക്റ്റായി കിടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വിമുക്തി പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളും മറ്റു ഡി അഡിക്ഷനും സൗകര്യങ്ങളും നൽകുക, ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും മഹല്ലിൻ്റെ കീഴിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനാണ് ഇന്നവിടെ നടന്ന ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഇംതിയാസ്, താമരശ്ശേരിയെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതോർക്കുകയാണ്. താമരശ്ശേരി, മുൻപൊക്കെ താമരശ്ശേരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പപ്പുവിൻ്റെ ഡയലോഗായിരുന്നു ഓർമ്മയുണ്ടാവുക, നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, താമരശ്ശേരി എന്ന് കേട്ടാൽ തന്നെ വാർത്തകളിൽ നിറയുകയാണെന്ന് പറയുന്നു. അതിനിടയിലാണ് പുതുപ്പാടി പഞ്ചായത്ത് ഈ തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തീർത്തും സ്വാഗതാർഹമാണ്. എങ്ങനെ നടപ്പിലാക്കാനാണ് തീരുമാനം? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി ഇപ്പോൾ പഴയ താമരശ്ശേരി അല്ല. അവിടെ ഇപ്പോൾ ജനങ്ങളെല്ലാം വളരെ ഭീതിയോടെ ഒക്കെ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നേരത്തെ ഉമ്മയെ കൊന്ന മകൻ ആഷിഖിൻ്റെ വാർത്ത നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വന്തം ഭാര്യയെ കൊന്ന യാസിറിൻ്റെ കഥയും നമ്മൾ കേട്ടു. ഇവർക്കെല്ലാം, ഈ കുടുംബത്തിലെല്ലാം ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം ലഹരിയാണ്. അവിടെ ഒരു ലഹരി കേന്ദ്രമായിട്ട് മാറുന്നു, ലഹരി സംഘം വിലസുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു മാതൃകാപരമായ സമീപനം, ഒരു സ്വാഗതാർഹമായ ഒരു തീരുമാനം അവിടുത്തെ മഹല്ല് കമ്മിറ്റികൾ സംയുക്തമായി എടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. പുതുപ്പാടി പഞ്ചായത്തിലെ ഒരു മദ്രസ അങ്കണത്തിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം നടന്നു. സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ എല്ലാ പള്ളികളിലെയും ഭാരവാഹികൾ ചേർന്ന, അതായത് 24ലധികം പള്ളികളിലെ ഭാരവാഹികൾ ചേർന്ന ഒരു യോഗമായിരുന്നു ഇന്ന് നടന്നത്. ആ യോഗത്തിൽ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഈ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതായത് ഈ ഏതെങ്കിലും ഒരാൾ ഇതിൽ ലഹരി ഉപയോഗിക്കുന്നവരോ അതല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ആളോ ആണെങ്കിൽ ആ വിവാഹം ഒരിക്കലും നടത്തില്ല. ആ വിവാഹം നടത്താൻ ആവശ്യമായ സ്വഭാവ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ നൽകില്ല എന്ന ഒരു കടുത്ത തീരുമാനം ആദ്യമായിട്ട് ഇവരെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ താമരശ്ശേരി കേന്ദ്രീകരിച്ച്, പുതുപ്പാടി കേന്ദ്രീകരിച്ചൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ നടത്താനാണ് രണ്ടാമത്തെ ഒരു തീരുമാനം. ഇതിന് യുവാക്കളെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, സർക്കാർ ഈ ലഹരിക്കെതിരെ എടുക്കുന്ന തീരുമാനങ്ങളെ കൂടുതൽ ഊർജിതമായി താമരശ്ശേരിയിൽ അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനവും അവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് അവർ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിലൊക്കെ വെല്ലുവിളിയായി മാറുന്നുണ്ടെങ്കിൽ അവരെ മഹല്ലിൽ നിന്ന് പുറത്താക്കുക. അതായത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾക്കും മതപരമായ ഒരു പ്രവർത്തനങ്ങൾക്കും അവർക്ക് പള്ളിയിലേക്ക് വരാൻ സാധിക്കില്ല. അവരെ തീർത്തും പള്ളിയിൽ നിന്ന് പുറത്താക്കുക എന്ന ഒരു കടുത്ത തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും സ്വാഗതാർഹമായ മാതൃകാപരമായ ഒരു തീരുമാനമാണ് മഹല്ല് കമ്മിറ്റി ഇന്ന് ചേർന്ന് എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അടുത്ത ദിവസം തന്നെ രംഗത്തേക്ക് ഇറങ്ങുക, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ഭാരവാഹികൾ പറയുന്നത്. അക്ഷയ്.